പൈതൽ വളർന്നു, ആത്മാവിൽ ശക്തി പ്രാപിച്ചു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും മോചനമുണ്ടായിരുന്നു. 12 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ വളർച്ചയെ നമ്മൾ ഓർത്ത് 30-ാം വയസ്സിലെ കർത്താവിൻ്റെ സ്നാനത്തെ ഓർക്കുവാൻ അടുത്ത ബുധനാഴ്ച ജനുവരി മാസം 6-ാം തീയതി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവചരിത്രം ഓർക്കുകയും ചെയ്യുന്ന സമ്പൂർണ്ണ സുവിശേഷ വേലയാണ് സഭാജീവിതം. ഈ വിശുദ്ധ കുർബാനയിൽ ഈ വർഷത്തെ നമ്മുടെ കർത്താവിൻ്റെ ജന്മദിനാളിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ച 12-ാം വയസ്സിലെ യേശുവിനെ ഓർത്തതിന് ശേഷം 3 ദിവസം കൊണ്ട് 18 കൊല്ലം കർത്താവ് യേശുവിനെ വളർന്ന കാര്യം കൊണ്ട് ഓർത്തിട്ട് അടുത്ത ബുധനാഴ്ച കർത്താവ് 30-ാം വയസ്സിലെ സ്നാനത്തിന് മുഖത്തെയാണ്. അപ്പോൾ അങ്ങനെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യം ഇപ്പോൾ നേരത്തെ തന്നെ വായിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിഷ്ഠാ പെരുന്നാൾ കുഞ്ഞുങ്ങളുടെ പുനഃപ്രതിഷ്ഠ ശുശ്രൂഷയ്ക്കായി നമ്മൾ വരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെ. പിറ്റേന്ന് യേശു ഗലീലായിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. അപ്പോൾ അവൻ ഫിലിപ്പോസിനെ കണ്ട്, നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും ശീമോന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്ന് ഉള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? അവൻ യോസേഫിന്റെ പുത്രനായ നസറേത്തുകാരനായ യേശുവാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട്, നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് അവനോട്, നീ വന്നു കാണുക എന്ന് പറഞ്ഞു. യേശു തന്റെ അടുത്തേക്ക് വന്ന നഥാനിയേലിനെ കണ്ട് അവനെ കുറിച്ച്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവരിൽ കാപട്യമില്ല എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട്, നീ എങ്ങനെയാണ് എന്നെ അറിയുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. നഥാനിയേൽ ഉത്തരമായവനോട്, ഗുരു, നീ തന്നെ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. യേശു അവനോട്, അത്തിയുടെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് പറഞ്ഞു. പിന്നെ യേശു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് ചെയ്തു. ഈ വാഗ്ദത്തം നമ്മുടെ സഭയിൽ ഇത്രയും നാൾ ജീവിച്ചിട്ട് നമുക്ക് ഉണ്ടായോ? നമ്മൾ യേശുവിനെ കണ്ടോ? ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തോ? സ്വർഗം തുറന്ന് ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള സാക്ഷ്യം കിട്ടിയോ? 12 വയസ്സിലുള്ള യേശുവിനെ നമ്മൾ ശരിക്കും വളർത്തിയോ? നമ്മുടെ യേശു കുഞ്ഞ് വളർന്നോ? ആത്മാവ് ശക്തി പ്രാപിച്ചോ? ജ്ഞാനം നിറഞ്ഞോ? ദൈവകൃപ നമ്മുടെ ഉണ്ടോ? ദൈവകൃപയ്ക്ക് ആവശ്യമായ ദൈവസ്നേഹമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് കുറ്റബോധത്താൽ നമ്മൾ ഒരിക്കൽ കൂടെ പാപോധന പ്രാപ്തി നടത്തുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധതകളും അവിശ്വാസങ്ങളും പിന്മാറ്റങ്ങളും ഒരിക്കൽ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന നമ്മുടെ മഹത്വ ശക്തിയെ സ്വർഗത്തിൽ എത്തിക്കുവാനും അത് അനുഗ്രഹ സമാധാന ശക്തിയായി മടങ്ങി വരുവാനും അത് നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നതായി തീരുവാൻ ഒരിക്കൽ കൂടെ പൊതുവായ പാപോധന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംവേദി ഉണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, ഞങ്ങളോട് ക്ഷമിക്കണം. 2 പുരോഹിതന്മാർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന സമയമാണിത്. പരിശുദ്ധ ബാവാതിരുമേനി തൊട്ടുള്ള പരിശുദ്ധ സുന്നതോസിലെ എല്ലാ തിരുമേനിമാരും, എല്ലാ റമ്പാന്മാരും, എല്ലാ കോർപ്പിസ്മാരും, എല്ലാ അച്ഛന്മാരും, എല്ലാ ഷമ്മാശന്മാരും, പുരോഹിത വർഗത്തിലുള്ള സകലരും, രാജകീയ പുരോഹിത വർഗമായ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ടതുപോലെ നമ്മളുടെ മാമോദീസായിൽ ജനിച്ച യേശുവിനെ പരിജ്ഞാനത്തിൽ വളർത്തി പ്രായപൂർത്തിയാക്കി അങ്ങനെ യേശുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും പരാജയമുണ്ട്. തോമാസ് ലീ അംഗീകരിച്ചുകൊണ്ടിരുന്ന യേശുവിനെ നമുക്ക് സഭയായിട്ട് ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഒരിടയിൽ ഒരു തൊഴുത്തുവാകുന്നുള്ളൂ അതിന് അന്വർത്ഥമാകാതെ പല തൊഴുത്തുകളും പല തൊഴുത്തുകുത്തുകളുമായി അനേകം പിരിഞ്ഞ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തോമാസ് ലീ ദുഃഖിക്കുന്നു, കർത്താവ് ദുഃഖിക്കുന്നു, എല്ലാ ശിഷ്യന്മാരും ദുഃഖിക്കുന്നു. നമ്മൾ സുവിശേഷപരമായ നടപടികളിലേക്ക് ആനയിക്കപ്പെടുമെന്ന് പരിശുദ്ധ മാമോദീസയിൽ പ്രതിജ്ഞയെടുത്തതാണ്. നമ്മുടെ ജീവിതം സുവിശേഷമാണോ?
മഗ്ദലന മറിയം പാപം ഉപേക്ഷിച്ച് അശുദ്ധാത്മാക്കളെ ഉപേക്ഷിച്ച് യേശുവിനെ കണ്ടിട്ട് പിന്നെ മാറിയിട്ടില്ല. കുരിശിന് ചുവട് വരെ പോയി, ആത്മാവിൽ നിറഞ്ഞു, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായിട്ട് മാറി. അവൾ പുതിയ സൃഷ്ടിയായി. അവൾ കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിലും ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും യേശുവിനെ കണ്ടോ? പുരോഹിതരായ ഞങ്ങളെ യേശുവിനെ കാണാൻ തക്കവണ്ണം നിയോഗിച്ചതാണെങ്കിലും ഞങ്ങളുടെ കുറവ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാം. 12 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തക്കൊണ്ട് അവരെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സുദിനത്തിൽ നമ്മൾ അവർക്ക് മാതൃക കാണിച്ചോ? നമ്മുടെ ഏതെങ്കിലും മാതൃകാദോഷങ്ങൾ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞോ? മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ കോപിച്ചോ? അതിനെന്താ കാരണം? തെറ്റു വളർത്തിയ കുഞ്ഞുങ്ങൾ, സംരക്ഷിച്ച പൈതങ്ങൾ അപ്പനോടും അമ്മയോടും കോപിക്കുന്ന സംഭവം വളരെ കുപ്രസിദ്ധമായ എല്ലാ വീട്ടിലുമുണ്ട്. കാര്യം എന്താണെന്നറിയാവും? ഗർഭം മുതൽ അവർക്ക് പല മുറിവുകളും ചതവുകളും ഉണ്ടായിട്ടുണ്ട്. അവർ സുഖമായി യേശു വളർന്നിട്ടില്ല. മാമോദീസായിലെ പ്രതിജ്ഞ അവർ പുതുക്കാനൊത്തിട്ടില്ല. അതുകൊണ്ട് നാമധേയ ക്രിസ്ത്യാനികളായി നടക്കുന്നുണ്ട്. അവിടെ കൂട്ടുകാർക്കോ ഈ നാട്ടുകാർക്കോ ഇന്ത്യയിലുള്ള അന്യജാതി മതസ്ഥർക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 2.5% 75% ഉയർന്നേനെ. മാത്യു സമ്പാദ്യത്തിൻ്റെ വെളിപ്പാട് തോമാസ്ലീഹ ഇന്ത്യയിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാർ മുഴുവൻ കൊടുക്കേണ്ട സുവിശേഷത്തിൻ്റെ വിത്ത് നമ്മളെ അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആ വിത്ത് വിതയ്ക്കാനൊക്കുന്നില്ല, വിതച്ചത് കിളിർക്കുന്നില്ല, പാറപ്പുറത്തായി പോകുന്നു. നമ്മൾ ഉത്തരവാദികളാണ്. തോമാസ്ലീഹയുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ ഭാഗത്തെ കുറവ് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, നിങ്ങളുടെ ഭാഗത്തെ കുറവ് നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ട് നമുക്ക് എത്രയും വേഗം ഇന്ത്യയിൽ കർത്താവിന് വേണ്ടിയവരെ കണ്ടെത്തി അവരുടെ ഹൃദയങ്ങളിൽ വചനമാകുന്ന വിത്ത് വിതച്ച് അവർ ദൈവവൈദ്യരായി കാണുവാൻ. അങ്ങനെ 30-ാം വയസ്സിലെ യേശുവിനെ ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർ യേശുവിൻ്റെ പുറകെ പോയി. നമുക്കതുപോലെ യേശുവിൻ്റെ പുറകെ പോകാനും കാണിച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. കേസും വഴക്കും കാരണം ജനങ്ങളുടെ ശ്രദ്ധ അസ്ഥാനത്തേക്ക് ചെതറിപ്പോകുന്നു. നമുക്കൊരിടയിൽ ഒരു തൊഴുത്തുവാകുന്ന നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച ജന്മസാവലിയുടെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ കുർബാനീകരിക്കുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ, മാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ, ശിശുവധ പെരുന്നാൾ, ഇവയെല്ലാം കഴിഞ്ഞ് ഇനിയും കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ സഭാജീവിതം യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഓർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ വേലയാണെന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെടുന്ന പ്രതിജ്ഞയാണ് നമ്മുടെ മാമോദിസയിൽ എടുത്തിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ശൈശവത്തിൽ നടന്നതായ ആ സ്നാനം കൊണ്ട് ആ കാര്യം നമ്മൾക്ക് ഓർക്കുവാനോ ഓർപ്പിക്കുവാനോ നിവർത്തിക്കുവാനോ കഴിയാത്ത തരത്തിൽ ദാമ്പത്യ ക്രിസ്ത്യാനികളായി നമ്മൾ അധപ്പതിച്ചു പോയതുകൊണ്ടാണ് സഭയിൽ വഴക്കുകളും പിളർപ്പുകളും, സഭ വിട്ട് അനേകർ പോയി പുതിയ പുതിയ സഭകളുണ്ടായ ആ ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ടായതിന് പുറകിൽ തോമാസ്ലീഹായ്ക്ക് ദുഃഖമുണ്ട്. കർത്താവ് ഇപ്പോഴും വേദനിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്വയം പ്രതീക്ഷിക്കുന്നതിനുള്ളതായ ഒരുക്ക ശുശ്രൂഷ ദൈവത്തിന് മുമ്പാകെ 12 വയസ്സ് തികയുന്ന ബാലികാബാലന്മാർക്ക് വേണ്ടി പരിശുദ്ധ സുന്നോദോസ് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായ ഒരു ചെറിയ പുസ്തകം ഈ ദേവാലയത്തിൽ ഉള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹകരമായ രീതിയിൽ ആത്മഫലം വിളയിക്കുന്ന വിളഭൂമിയാക്കി മാറ്റുവാനുള്ള നല്ല സംരംഭത്തോടെ ഈ ഭദ്രാസനത്തിൻ്റെ അധിപനായ ആ അഭിമന്യ തിരുമനസിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അനുഗ്രഹത്തിൻ്റെ ആ പരിലാളനയിൽ ഇവിടുത്തെ സമർത്ഥനായ ആത്മാർത്ഥതയോടെ ദൈവവേല ചെയ്യുന്ന നമ്മുടെ വികാരിയച്ഛൻ്റെ അഹോരാത്രമുള്ള ബന്ധപ്പാടിൻ്റെ ഫലമായി ഈ ഇടവക വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടിപ്പം ഈ അനുഗ്രഹമായ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ബലഹീന എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി ആഗ്രഹിച്ച് ഒരുങ്ങി ക്ഷണിച്ച് ബലഹീനനെ ഇവിടെ വരുത്താൻ ബഹുമാനപ്പെട്ട അച്ഛൻ കാണിച്ചതായ താല്പര്യം ഈ ഇടവകയിലെ വിശ്വാസികളായിരിക്കുന്ന എല്ലാവരുടെയും അതിൻ്റെ പിന്തുണ ഇവയെല്ലാം അഭിനന്ദനാർഹമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ ഒരു കൽപ്പന ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജുകളിലുണ്ട്. അത് ഇന്നലെ വന്ന കുഞ്ഞുങ്ങൾക്ക് അവരെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അതിൻ്റെ രക്തം ചുരുക്കം ഇതാണ്: നമ്മുടെ ഒന്നാമത്തെ ജനനം ആദാമിൻ്റെയും ഹവ്വയുടെയും പാപങ്ങളും ശാപങ്ങളും ബലഹീനതകളുമുള്ള ഒരവസ്ഥയിലാണ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന്
51 സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം നമ്മുടെ എല്ലാ അനുഭവമായതുകൊണ്ടാണ് എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും എല്ലാ പ്രഭാത പ്രാർത്ഥനയ്ക്കും ഈ 51 സങ്കീർത്തനം നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും പാപപ്രവൃത്തികൾ നമ്മൾ പാപികളായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പാപം ചെയ്ത് പാപികളാകുകയല്ലായിരുന്നു, പാപി ആയതുകൊണ്ട് പാപം ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാപം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പൂർണ്ണമായ പരിഹാരം കർത്താവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. കാൽവറി മലയിൽ ആ യാഗത്തിലൂടെ പാപപ്പാമ്പിന് തലയെന്ന് ചതച്ചു വെച്ചിട്ടേ ഉള്ളൂ. പാപപ്പാമ്പിന് നടുമുറി ഇനി ചവിട്ടാനുണ്ട്. പാപപ്പാമ്പിൻ്റെ വാലയെ പിടിച്ച് സമുദ്രത്തിലേക്ക് എറിയാനുണ്ട്. അത് കർത്താവിനോടൊപ്പം നമ്മളും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യേശു ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് യോഹന്നാൻ 14:12 നമ്മൾ വായിക്കുന്നു. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നതുകൊണ്ട് യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യുവാൻ ഈ സ്വർഗത്തിലെ പിതാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. മാമോദീസായിൽ നമ്മൾ ജനിച്ചിരിക്കുന്ന യേശു കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ കർത്താവ് മാതാവിൽ നിന്ന് ജനിച്ചു വളർന്ന് 33 വയസ്സിൽ കാൽവറി മലയിൽ കയറി പാപപ്പാമ്പിൻ്റെ തല ചതച്ച അതിൻ്റെ ബാക്കി പണി നമുക്ക് ചെയ്യാൻ സാധിക്കും. സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തുവെന്നും നമ്മളതിൻ്റെ അവയവങ്ങളാണെന്നുള്ള കാര്യം റോമാലേഖനം 12 അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ തലയോട് ചേരേണ്ട ഉടലാകുവാൻ വിളിക്കപ്പെട്ട നമുക്ക് തല ചെയ്തതായ പണിയുടെ ബാക്കി പണി ചെയ്യുവാൻ അവയവങ്ങൾക്ക് കൽപ്പന തന്നിരിക്കുകയാണ്. അതാണ് സുവിശേഷകരമായ നടപടി. ആദ്യമായി നമ്മളെ മേൽ ഭരിക്കുന്ന തിന്മയുടെ ശക്തിയുടെ അധികാരം തീർത്ത് അതിന് പകരം കൊടുത്ത് മാറ്റിയിട്ട് നമ്മൾ ദൈവമക്കളായി ദൈവ സ്വഭാവമുള്ളവരായി യേശുവിനെ പോലെ ആകട്ടെ. തലയോട് ചേരുന്ന ഉടലായി മാറി സഭയാകുന്ന ആ മണവാട്ടിയുടെ മണവാളനായി യേശു വരുമ്പോൾ ആ മണവാളയിൽ പ്രവേശിക്കുന്ന മണവാട്ടിയായി തീരുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കണം. ഒരൊറ്റ മണവാട്ടിയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പലരായി കാണപ്പെടുന്നെങ്കിലും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ഈ യേശുവിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്, യേശുവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം പോലെ നമ്മുടെ ശരീരവും കൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ഥലകാല പരിമിതിയില്ലാത്ത വ്യവസ്ഥയിൽ നമുക്ക് സ്വർഗീയ മണവാളനായ യേശുവിനോടൊത്ത് ഒന്നായി തീരാൻ സാധിക്കുമെന്നുള്ള വലിയ മർമ്മം എഫേസ്യ ലേഖനം 5 അധ്യായത്തിൻ്റെ അവസാനത്തിൽ വിവാഹ ദിവസം വായിക്കുന്ന വേദഭാഗത്തിൽ ആ കാര്യമുണ്ട്. അതൊരു മർമ്മമാണെന്നാണ് പറയുന്നത്. അവൻ യേശു ആകുന്ന മണവാളൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്ന യേശുവിൻ്റെ മാറിൽ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് വളരാൻ വിട്ടുകൊടുത്തിട്ട് അത് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്താൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറിൽ പോയി വിശ്രമിക്കുമെന്ന് കൊലോസ്യ ലേഖനം 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാണൻ മാമോദീസയുടെ അന്ന് മുതൽ യേശുവിന് ജീവിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു വേദശാസ്ത്രജ്ഞൻ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധ കന്യമറിയാമിൽ ആരംഭിച്ചതായ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയ ഈ 21-ാം നൂറ്റാണ്ടിൽ 2016 തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തല ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നു. ഉടലായിരിക്കുന്ന നമ്മൾ സഭയാകുന്ന ശരീരത്തിൻ്റെ കൈകാലുകളായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും ഈ യേശുവിന് ജീവിക്കാൻ നമ്മളെ വിട്ടുകൊടുത്താൽ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ കുരിശെടുത്ത് ആ കുരിശിൻ്റെ അനുഭവത്തിൽ ആ പ്രാണനെ വിട്ട് ആ പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്താൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറിൽ എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന പ്രാണൻ കർത്താവ് കല്യാണത്തിൽ വരുമ്പോൾ തിരികെ കൊണ്ടുവരുന്നത് മണവാട്ടിയായിട്ടാണ്. അപ്പോൾ ഒരു മണവാട്ടിയെ സൃഷ്ടിക്കാനുള്ള കോശങ്ങളായി അവയവങ്ങളായി അവൻ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം സഭയെ മുഴുവൻ കൂടെ വിളിച്ചുകൊണ്ട് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള അസത്യം അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഏകവചനത്തിലാണ് കാര്യം അവസാനിപ്പിക്കുന്നത്. മണവാട്ടിമാരെന്നല്ല പറഞ്ഞ് ഒരൊറ്റ മണവാട്ടി. ആ ഒറ്റ മണവാട്ടിയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്തൊരു വലിയൊരു പദവിയാണ്. സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിൽ എത്തിച്ചേരേണ്ട നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ, ജീവൻ, ജീവിതം യേശുവിന് ജീവിക്കാൻ വിട്ടുകൊടുത്താൽ അത് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരും. അങ്ങനെ മണവാട്ടി സഭയുടെ അംഗങ്ങളാകുവാൻ വിളിക്കപ്പെട്ടവരെല്ലാം ഇന്ന് ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് തൻ്റെ മാറിൽ മറഞ്ഞിരിക്കുന്ന മണവാട്ടി സഭയെ വെളിയിൽ കൊണ്ടുവരും. മണവാട്ടിയായി രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ തൻ്റെ വലത്തുവശത്ത് നിർത്തും.
മണവാളനും മണവാട്ടിയും ഇടത്തും വലത്തുമായി നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ അങ്ങനെ ഒരു മണവാട്ടിയുടെ ഉള്ളിലെ അവയവങ്ങളായി സുന്ദരമായ രൂപം പ്രാപിച്ച് യേശുവിനെ പോലെയുള്ള ആത്മീയ സൗന്ദര്യം പ്രാപിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സുദിനമുണ്ട് എന്നുള്ളത് പ്രത്യാശിക്കാമെന്ന് കേട്ട്, അങ്ങനെ ആ സഭയാകുന്ന മണവാട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വേല നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുവാൻ വേണ്ടിയാണ് ഈ ആരാധനകളും നോയമ്പുകളും ഉപവാസങ്ങളും എല്ലാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും തമ്മിലുള്ള സാദൃശ്യം എന്താണെന്ന കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആദാമിൻ്റെയും ഹവ്വയുടെയും കഥ നമ്മൾ സൺഡേ സ്കൂളിൽ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ആദാമും ഹവ്വയും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആദാമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണ് ദേഹി ഉണ്ടായത്. അപ്പോൾ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് മൂക്കിൽ ജീവശ്വാസം ഉണ്ടായപ്പോൾ ഉണ്ടായതായ ജീവനാണ്, ജീവിതമാണ്. അങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ആ ശരീരം ജീവനുള്ള ശരീരമായി രൂപാന്തരപ്പെട്ടു. ദേഹവും ദേഹിയുമുള്ള ഒരു ജീവിയായി, ഒരു മനുഷ്യനായി ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ആത്മാവിനിരിക്കാനൊരു വിടവ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനെ അപ്പോൾ തന്നിട്ടില്ല. അത് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുമ്പോൾ തരാനാണ് വെച്ചിരുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തിലെ ആദാമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാനൊത്തിട്ടില്ല. നടുക്ക് നിൽക്കുന്ന നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്നും പറഞ്ഞു. ഇതവർക്ക് മനസ്സിലായില്ല അതിന്റെ കാര്യം. ദേഹവും ദേഹിയുള്ളവരായി സൃഷ്ടിക്കപ്പെട്ട അപക്വതയിൽ കഴിയുന്ന ആദാമിനും ഹവ്വയ്ക്കും കൽപ്പന അനുസരിച്ചതിന് ശേഷം പ്രായപൂർത്തിയാകുമ്പോൾ, കാലം തികയുമ്പോൾ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ആദ്യം കൊടുത്തിട്ട് ആ തിന്മയെ തള്ളി നന്മയെ നിർത്താനും പ്രായമായി നന്മയും തിന്മയും തിരിച്ചറിഞ്ഞാൽ തിന്മയെ തള്ളാനും നന്മ ചെയ്യാനുള്ള തൻ്റെ ഇടം വരുമ്പോൾ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ കൊടുത്തിട്ട് അവരെ എന്നും നിത്യതയിൽ ഈ പർദീസായിൽ തന്നെ താമസിപ്പിക്കാനായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ ആ പദ്ധതി തകർന്നുപോയി, പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ട് പരാജയപ്പെട്ടു അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദാമിൻ്റെ ഉള്ളിൽ ഒരു ജീവശ്വാസം മാത്രമേ ഉള്ളൂ. മനുഷ്യ ആത്മാവ് ഇരിക്കേണ്ട ഇടം ശൂന്യമായി കിടക്കുന്നു. ആ മനുഷ്യ ആത്മാക്കളെല്ലാം പിതാവ് സൃഷ്ടിച്ചിട്ട് പുത്രന്റെ കയ്യിൽ കൊടുത്തു എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കൾക്ക് എന്നാ പ്രായമുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ ആത്മാക്കൾ ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബർത്ത്ഡേ അങ്ങനെയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ബർത്ത്ഡേ എന്നാണ് നമുക്കറിയാം. അത് ഏതാനും വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ. എന്നാൽ നമ്മുടെ ആത്മാക്കൾ ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ട് പുത്രന്റെ കയ്യിൽ പിതാവ് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വലിയൊരു സ്ഥാനം, വലിയൊരു കടപ്പാട് നമുക്ക് ആ പുത്രനോടുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിന് നമ്മുടെ അമ്മമാർ നമ്മളെ 9 മാസം 9 ദിവസം 9 വിനാഴിക വരെ കൊണ്ടു നടന്നതിൻ്റെ, നമ്മളെ ചുമന്നുകൊണ്ട് നടന്നതിൻ്റെ ആ കടപ്പാടാണ് അമ്മയോടും അപ്പനോടും നമ്മൾ കാണിക്കുന്നത്. നമ്മൾ മാതാപിതാക്കളുടെ ഉള്ളിലായിരുന്ന ഒരു കാലമുണ്ട്. നമ്മളവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ ആദരിച്ച് ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ ദീർഘായുസിൻ്റെയും നന്മയുടെയും ഫലം കിട്ടുമെന്ന് 10 കൽപ്പനയിലും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ 12 വയസ്സായ ബാലിക ബാലന്മാർക്ക് ആദ്യ കുംഭസാരവും കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുമ്പോൾ മാതാപിതാക്കളുള്ളതായ കടപ്പാട്, തലതൊട്ട് മാതാപിതാക്കളുള്ളതായ കടപ്പാട്, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച് നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ നിങ്ങളുടെ പുരോഹിതന്മാർ, പിതാക്കന്മാർ, അവരെല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാമെന്ന പേരുള്ള കർത്താവ് നമുക്ക് തരികയാണ്. നമ്മളുടെ മാമോദീസായുടെ ദിവസം നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ്, ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവവൃക്ഷത്തിന് ഫലം നിനക്ക് തരുന്നതെന്ന് കുർബാന കൊടുത്തു. അപ്പോൾ ആദ്യമായി വിശുദ്ധ കുർബാന അനുഭവിച്ച സുദിനത്തിൽ ഈ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏദനിൽ ആദാമിന് രുചി നോക്കാനൊക്കെ ജീവവൃക്ഷത്തിന്റെ ഫലമാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ. ജീവവൃക്ഷമായ കർത്താവിൻ്റെ ശരീരരക്തം നമുക്ക് തരുന്നത് അതാണ്. ആ യേശുവിൻ്റെ ആത്മാവിൽ നമ്മുടെ ആത്മാക്കൾ മറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നതായ നമ്മുടെ ആത്മാക്കളുടെ ആ ശൂന്യ സ്ഥലത്ത് നമ്മുടെ ആത്മാവും ദൈവാത്മാവും കയറി താമസിക്കുന്നതിന് മുമ്പ്
ഈ ലോകത്തിൽ അലഞ്ഞു നടക്കുന്ന അശുദ്ധാത്മാക്കൾ കയറുവാനുള്ള ഒരു പഴുത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് മാമോദീസയുടെ ദിവസം പിറന്നു വീണ എല്ലാ കുഞ്ഞുങ്ങളിലും ഏതെങ്കിലും ഒരു ഭൂതം കയറിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പിശാചി കയറും. ഒത്തിരി പിശാചികളുള്ള സ്ഥലമായി ഭൂമി. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ വചനപ്രകാരം ഈ ഭൂമി പിശാചികളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്നറിയാവോ? ആദ്യ മാതാപിതാക്കളുടെ ശൂന്യ സ്ഥലത്ത് അവരുടെ മനുഷ്യാത്മാവും ദൈവാത്മാവും ജീവന്റെ ശക്തിയും അല്ല കയറിയത്, മരണത്തിന്റെ ശക്തിയാണ് കയറിയത്. ആ മരണത്തിന്റെ ശക്തി എങ്ങനെ വന്നു? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഈ വിലക്കപ്പെട്ട പഴം തിന്നുന്ന ആളിൽ മരിക്കുമെന്ന് പറഞ്ഞത് ദേഹിയാണ്, ശരീരമല്ല. അപ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിന്റെ കൽപ്പനയെ അവിശ്വസിച്ച് അത്യാഗ്രഹത്തോടെ ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവനത്തിന്റെ പ്രതാപത്തിലും ആർത്തിയോടെ അവർ വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ അവരുടെ ദേഹി മരിച്ചു. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിനിരിക്കാനുള്ള ആ ശൂന്യതയിൽ അവരെ പാപം ചെയ്യിപ്പിച്ച പിശാച് കയറി അങ്ങ് താമസിച്ചു. ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒടുക്കത്തെ ആദാം എന്ന പേരുള്ള യേശു ഭൂമിയിൽ വന്നത്. അപ്പൊ ആദ്യത്തെ ആദാമും ഒടുക്കത്തെ ആദാമെന്നുള്ള ഈ പ്രയോഗം 1 കൊരിന്ത്യർ 15-45 വാക്യത്തിലുണ്ട്. ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാമായ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 2 ആദാമാരോട് നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ ഈ കാണപ്പെടുന്ന ശരീരം ആദാമിൻ്റെ ഹവ്വയുടെയും കടിപ്രദേശത്തുണ്ടായിരുന്നൊരു കാലം, നമ്മുടെ ശരീരം നമ്മുടെ മാതാപിതാക്കളുടെ കടിപ്രദേശത്തായിരുന്നൊരു കാലം, അവരുടെ അശുദ്ധിയും അവരുടെ ബലഹീനതകളുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പിറന്നിരിക്കുന്നത്. എന്നാൽ ആദാമിൻ്റെ ഹവ്വയുടെയും പാപക്കുഴിയിലേക്കുള്ള വീഴ്ചയുടെ അപകടം മുന്നറിഞ്ഞതായ ദൈവം ലോകത്തേക്കാൾ വിലയേറിയ മനുഷ്യാത്മാക്കൾ ആ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി മുൻകരുതലോടുകൂടി ആത്മാക്കളെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആദാമും ഹവ്വയും അനുസരണക്കേടുകൊണ്ട് പാപക്കുഴിയിലേക്ക് വീണപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദേഹവും ദേഹിയും ആദാമിൻ്റെ ഹവ്വയുടെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ആത്മാവ് അവിടെ ഇല്ലായിരുന്നു. ആത്മാക്കൾ പുത്രന്റെ കയ്യിലായിരുന്നു. അപ്പോൾ അപകടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാത്മാവ് നമുക്കുണ്ട്. ആ ആത്മാക്കളെ ലോകാരംഭം മുതലേ പിതാവ് പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് പുത്രനെ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ആ പുത്രനുള്ളതായ കടപ്പാടിന് നമുക്ക് നന്ദി പറയാം. മാമോദിസ ഏൽക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് ഇരിക്കേണ്ട ഇടത്ത് കയറിയതായ പിശാചിനെ കുടിയിറക്കിയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി നമ്മളെ മാറ്റുന്നത്. അതുകൊണ്ടാണ് മാമോദിസായിൽ തലതൊടുന്നയാൾ മാമോദിസായ്ക്ക് വന്നിരിക്കുന്ന പൈതലിന്റെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട് തിരിഞ്ഞു നിന്ന്, ഞാൻ ജനിച്ചപ്പോൾ എന്നിൽ ചാടിക്കേറിയ പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഇറങ്ങിപ്പോക്കൂ, എൻ്റെ ആത്മാവും ദൈവാത്മാവും ഇരിക്കേണ്ട സ്ഥലമാണ് എൻ്റെ ഈ ശരീരം, ഇത് പിശാചിലിരിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് നമ്മളും നമ്മുടെ തലതൊട്ടവരും നമ്മൾ ക്ഷണിച്ചു വരുത്തിയ നമ്മുടെ അഭ്യുതകാംക്ഷികളും കൂടെ വിശ്വാസപ്രമാണം ചൊല്ലി പിശാചിനെ തല്ലി ഓടിച്ചു വിട്ടതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം വന്നതാണ് നമ്മൾ പിറന്നു വീണപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാക്കൾക്ക് ഇരിക്കാനുള്ളതായ ആ ശൂന്യതയിൽ ഏതെങ്കിലും അശുദ്ധാത്മാക്കൾ കയറിയിട്ടുണ്ട്. ആ അശുദ്ധാത്മാക്കളെ കുടിയിറക്കിയതിൻ്റെ ശേഷം അവിടെയാണ് പരിശുദ്ധാത്മാവിനെ കുടിയിരുത്തിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി നമ്മുടെ ശരീരം മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വിളയിക്കുന്ന വേദിയായി നമ്മൾ മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആദാമിൻ്റെ ദേഹവും ദേഹിയും നമ്മിലേക്ക് വന്നിരിക്കുന്നു. ഒന്നാമത്തെ ആദാം പാപം ചെയ്തപ്പോൾ കയറിയ പിശാചും കൂടെ നമ്മുടെ അകത്തോട്ട് കയറി. ആ പിശാചിനെ ഇറക്കി വിട്ടിട്ട് സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ അവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരമുണ്ടെന്നും അവർ രക്ഷപ്പെടുമെന്നുള്ള കാര്യം റോമാലേഖനത്തിലും പല ലേഖനങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവർ സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് സത്യകുംഭസാരം നടത്തി പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി പുനഃപ്രതീക്ഷ ചെയ്യാൻ പോവുകയാണോ? ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം, അപ്പോൾ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവവിധം തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ആദാമിന്റെ ഉള്ളിൽ ഹവ്വ ഒളിച്ചിരുന്നു. ആദാമിന് അറിയാൻ പാടില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ ഹവ്വ ഇരിപ്പുണ്ടെന്നുള്ളത്. നീ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ്
നിനക്കൊരു തുണ വേണമെന്ന് പറഞ്ഞ് എല്ലാ ജീവജാലങ്ങൾക്കും പേരിടാനായിട്ട് വിളിച്ചു വരുത്തി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും തുണയെ കണ്ടില്ല, അവള് ബോധം കെട്ടങ്ങ് ഉറങ്ങി. ആ ലാക്കിനെ ആദാമിന്റെ വാരിയിൽ നിന്ന് ഔവായെ സൃഷ്ടിച്ച് കണ്ണു തുറന്നപ്പോൾ നീ എൻ്റെ അസ്ഥി മാംസമാണെന്ന് പറഞ്ഞ് അവരെ ജീവിത പങ്കാളികളായി തീർന്നു. ഒന്നാമത്തെ ആദാമിന്റെ അവയുടെ അനുഭവം ഇതാണ്. ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ മാറിൽ നമ്മൾ അതുപോലെ മറിഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട്. സഭയാകുന്ന മണവാട്ടി ഒന്നാമത്തെ ആദാമിനുള്ളിൽ ഹൗവ മറിഞ്ഞിരുന്നത് പോലെ ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാക്കളെല്ലാം മറിഞ്ഞിരിക്കുന്നു. ആ ആത്മാക്കളോട് ചേരുന്ന ഓരോ ദിവസത്തെ പ്രാണനും കൂടി അങ്ങോട്ട് ചേർന്ന്, പ്രാണനും ദേഹിയും കൂടെ ചേർന്ന ഒരു ആത്മരൂപം, ആത്മശരീരം യേശുവിൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദേഹവും ദേഹിയും കൂടെ ചേർന്ന് അതിൻ്റെ മാറിൽ മറിഞ്ഞിരിക്കുന്നതായ മണവാട്ടിയെ വെളിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ശരീരം കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ ശരീരത്തിലാക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം പോലെ ഒരു ശരീരവും ആത്മാവും നമുക്ക് ലഭിക്കും. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ പ്രത്യേകത എന്താ? സ്ഥലകാല പരിമിതി ഇല്ലാത്ത ശരീരമാണ്. അസ്ഥി മാംസമുള്ള ശരീരമാണെങ്കിലും കഥക് അടച്ചിട്ടാലും തുറക്കാതെ അകത്ത് കയറാൻ സാധിക്കും. കഥക് തുറക്കാതെ തന്നെ പുറത്തു പോകാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് തോമാസ് ലിഹായുടെ അടുത്ത് കഥക് അടച്ചിട്ടിരിക്കെ കഥക് തുറക്കാതെ അവിടെ പ്രത്യക്ഷപ്പെട്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുമെന്ന് പറഞ്ഞ് തോമാസ് ലിഹായെ കൊണ്ട് തൻ്റെ മാർവിലും തന്നെ കയ്യിലൊക്കെ തൊടിയിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് സത്യവിശ്വാസം ഏറ്റു ചൊല്ലിച്ചു. അതുപോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സന്ദർശിച്ച് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവസരമാണ് ആരാധനയുടെ സമയം. ഈ ബോധത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസവും സമർപ്പണവും പുതുക്കുകയാണ്. ഈ സമർപ്പണവും വിശ്വാസവും പുതുക്കുന്ന സമയം ഒന്നാം ജനനത്തിൽ കൂടെ വന്ന ശാപങ്ങളും അശുദ്ധികളും ദുസ്വഭാവങ്ങളും മാറുവാൻ രണ്ടാം ജനനത്തിൻ്റെ അനുഭവം വളർത്തിയെടുക്കണമെന്നുള്ള കാര്യം ഇന്നലെ വന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൊരു സന്ദേശമാണ്. മാമോദീസായിൽ പിശാചിനെ ഇറക്കി വിടുന്നു, പരിശുദ്ധാത്മാവിനെ കുടിയിരുത്തുവാൻ മൂറോന്റെ അഭിഷേകം നമുക്ക് തരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയും അഭിഷേകവും കുടിയിരിപ്പിന്റെ ഭവനവുമായി നമ്മളെ ഒന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടാകാവുന്ന ഒരു അപകടമുണ്ട്. ഒരു പിശാചിനെ ഇറക്കി വിട്ടിട്ടാണ് പരിശുദ്ധാത്മാവിനെ കുടിയിരുത്തിയത്. ഇറക്കി വിടുന്ന ആൾക്ക് പരിഭവവും പരാതിയും കൊതിക്കുറവും കാണും. ഞാൻ ജനിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിലായിരുന്നു, എന്നെ ഇറക്കി വിട്ടു. തക്കം കിട്ടിയാൽ അത് തിരിച്ചു കയറുന്ന ഒരു പ്രവണതയുണ്ടെന്നുള്ള കാര്യം ലൂക്കോസ് 11 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം മാമോദീസായിൽ കുറഞ്ഞത് ഒരു ഭൂതത്തിനെയെങ്കിലും ഇറക്കി വിട്ടിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി നമ്മൾ മാറിയത്. ഇറങ്ങിപ്പോകുന്ന ഭൂതങ്ങൾ രണ്ടാമത് നമ്മുടെ അടുത്ത് വന്ന് ഇടമുണ്ടെങ്കിൽ കയറാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ലൂക്കോസിന് സുവിശേഷം 11 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇടമുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കല്ല കയറുന്നത്, 7 പേരെ കൂടെ കൂട്ടി അവർ ഒരു ഗാങ്ങായിട്ട് ഒരു സമൂഹമായി അവരെ 8 പേര് തിരെ കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം ശിശുസ്നാനത്തിലുണ്ട്. പക്ഷേ ശിശുസ്നാനത്തിൽ ഉള്ള വലിയൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, പാപികളായി പറഞ്ഞ നമ്മൾ പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ പാപത്തിൽ മരിച്ച നമ്മൾക്ക് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം തന്ന് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാക്കാൻ വേണ്ടി നല്ല ഫലം കായ്ക്കാൻ കഴിവില്ലാത്ത ഒരു പാഴ്മരം പോലെ നമ്മൾ പറഞ്ഞെങ്കിലും നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാകാൻ യേശുവിൻ്റെ നമ്മളെ ഒട്ടിച്ചേർക്കുന്ന ബഡ്ഡിങ്ങിൻ്റെ ഒരു തത്വം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ പഠിക്കുകയുണ്ടായി. അത് പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പനയ്ക്കകത്ത് ആ കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജന്മന നല്ല ഫലം കായ്ക്കാൻ കഴിയാത്തവരാണ്. നല്ല ഫലം കായ്ക്കാൻ കഴിയുന്ന യേശുവിൻ്റെ മുള നമ്മൾ ഒട്ടിച്ചേർത്താൽ, ആ ഒട്ടിച്ചേർക്കുന്നിടത്ത് യേശുവിൻ്റെ മുള വളർന്നു വന്നാൽ ആത്മഫലങ്ങൾ വിളയിക്കുന്ന നല്ല ഫലവൃക്ഷങ്ങളായി നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെയാണ് പരിമല തിരുമേനിയും ഗീവറിസദായും വിശുദ്ധന്മാർ ശുദ്ധിമതികളും എല്ലാം നല്ല ഫലം കായ്ച്ച് വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളും പട്ടികയിലായത്. നമ്മളെയും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിൽ മാമോദിസ ഏറ്റതിന് ശേഷം ഇറങ്ങിപ്പോയ ഭൂതം വേറെ പല ഭൂതങ്ങളെ കൊണ്ട് തിരികെ കയറിയത് കൊണ്ടാണ് ദുസ്വഭാവങ്ങൾ മാറാത്തത്. മൈലിപ്രായൽ ധ്യാനമന്ദിരത്തിലും പല അമ്മമാരും അപ്പമാരും വന്ന് പരാതി പറയുന്നു. കുഞ്ഞുങ്ങൾ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ 12 വയസ്സിനോട് ചേർന്ന് തന്നിഷ്ടക്കാരായി മാറുന്നു, ധിക്കാരികളാകുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, അവർ കുറ്റം കാണിക്കുമ്പോൾ അവരെ തല്ലിയ തിരിച്ചടിക്കുന്നു, ചീത്ത വിളിക്കുന്നു എന്നിങ്ങനെ പരാതിയും അനേകർ വന്നിട്ടുണ്ട്. എൻ്റെ കാര്യം എന്നാന്നൊക്കെ മനസ്സിലാവുന്നില്ല. എൻ്റെ കാര്യം ഇതാണ്, മാമോദീസായിൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു പിശാചിനെ ഇറക്കി വിട്ടിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തന്നത്. പക്ഷെ ഇറങ്ങിയ ഭൂതം, ഇറങ്ങിയ തിന്മയുടെ ശക്തികൾ
വേറെ പല തിന്മകളെയും കൊണ്ട് തിരികെ കയറിയിട്ടുണ്ട്, അവരുടെ സ്വഭാവമായി കാണിക്കുന്നത്. ആ കാര്യം പഠിക്കണമെങ്കിൽ മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം വായിച്ചു നോക്കിയാൽ ഒരു ലഗിയോൻ ബാധിച്ച മനുഷ്യൻ ഗദരദേശത്ത് 6000 ഭൂതങ്ങൾ കയറിയ ഒരാളായപ്പോൾ അവൻ്റെ സ്വഭാവം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. ബോധമില്ല, നഗ്നനായിട്ട് അലറി കൂവി നടക്കുന്നു. അവൻ ശവക്കോട്ടയിലാണ് പോയി കിടക്കുന്നത്. അവൻ ആ നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായിരുന്നു. അങ്ങനെയുള്ളവനെ സുഖപ്പെടുത്താൻ യേശു ചെന്നപ്പോൾ ഈ ഭൂതങ്ങളെല്ലാം കൂടി ഒരു പ്രാർത്ഥന നടത്തി. നീ ഞങ്ങളെ ഓടിക്കാൻ കഴിവുള്ളവനാണ്, ഞങ്ങളെ പാതാളത്തിലോട്ട് വിടല്ലേ, ഞങ്ങൾക്ക് പാതാളം ഇഷ്ടമല്ല, ഞങ്ങൾ ഈ ദേശത്തും നിന്നും വിടരുത്, ഈ ദേശം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ ഒത്തിരി സ്ഥലം ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടുന്നും വിടരുത്, ഞങ്ങളെ പാതാളത്തിലും വിടല്ലേ. ഈ 2 പ്രാർത്ഥനയും ദൈവം തള്ളിക്കളഞ്ഞു. പിന്നെ എങ്ങോട്ടാ? അവർ തന്നെ ചോദിച്ച പോകാൻ നിർബന്ധമാണെങ്കിൽ 2000 പന്നിയുണ്ട് ഇവിടെ, അതിലേക്ക് വിടണമെന്ന് പറഞ്ഞ് പന്നി കയറി പൊക്കോളാൻ പറഞ്ഞു. പന്നിയിൽ കയറി അവരെ സമുദ്രത്തിലേക്ക് ചെന്ന് ചാടി. ആ ഗദരദേശത്തെ കരയിലുണ്ടായിരുന്ന ഈ ഭൂതങ്ങൾ, ഈ മനുഷ്യരിലുണ്ടായിരുന്ന ഭൂതം വെള്ളത്തിലേക്ക് ചാടി പന്നികൾ ചത്തുപോയ കാര്യം നിങ്ങൾക്കറിയാം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഭൂതം കയറി അതിൻ്റെ സ്വഭാവം കാണിക്കും. അനുസരണക്കേടും ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും അതിൻ്റെ പുറകിൽ തിന്മയുടെ ശക്തികളുണ്ട്. ആ തിന്മയുടെ സ്വഭാവമായി കാണിക്കുന്നത്. മക്കളെന്നറിയാം വ്യഭിചാരിണിയായി വേശ്യയായി നടന്നത് അവൾ അറിയാതെ തന്നെ 7 ഭൂതങ്ങൾ അവളുടെ ജന്മം മുതൽ അവളിലുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന 7 ഭൂതങ്ങളാണ് അവളെ പട്ടാപ്പകൽ വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന ഒരു വേശ്യയാക്കി അവളെ മാറ്റിയത്. ബോധമില്ലാതെ കിട്ടുന്ന ആണുങ്ങളെയും പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തൊണ്ടി സഹിതം അവളെ പിടിച്ച് കർത്താവിന് മുമ്പിൽ കൊണ്ടാക്കിയത്. ഇപ്പോൾ കർത്താവിന് അവളുടെ ചരിത്രം അറിയാമായിരുന്നു. അവൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്തത്. ഒരു ഭ്രാന്തിയായി, ഭൂതകരസ്ഥയായി, ബോധമില്ലാതെ ചെയ്തതായതുകൊണ്ട് കർത്താവുകൾക്ക് ക്ഷമ കൊടുക്കുകയാണ്. ആ 7 ഭൂതങ്ങളെ ഇറക്കി വിട്ടു. ആ 7 ഭൂതങ്ങൾക്ക് വേറെ പകരം തരാമെന്ന് പറഞ്ഞു. ആ ഭക്തന്മാരിതിനെ കൊല്ലുന്നതിന് വരെ യേശു തന്നെ മരിച്ചോളാമെന്ന് പറഞ്ഞു. അതിന് പകരം ചോദിച്ചിടത്തോളം ജീവികളെ തന്നേക്കാമെന്ന് പറഞ്ഞ് യേശു ആ 43 വാക്തത്വ പ്രകാരം അവർക്ക് പകരം കൂശിനെയും സഭയെയും പറ്റി മനുഷ്യരെയും കൊടുത്ത് അങ്ങനെ ആ മക്കളുടെ മറിയത്തിലെ 7 ഭൂതങ്ങൾ മാറി ആ ശൂന്യതയിൽ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ആത്മാവും കയറിയപ്പോൾ അവൾ ശുദ്ധിമതിയായി മാറി. അവൾ പിന്നെ ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ യേശുവിൻ്റെ പുറകെ തന്നെ നടന്നു. കാൽവരി മലയിലെ കാൽവരി യാഗത്തിൽ അവൾ പങ്കുചേർന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാൻ അത് രാത്രി തന്നെ വെളുപ്പിനെ തന്നെ പോയി. ബാക്കി പുരുഷന്മാർക്ക് കിടന്ന് ഉറങ്ങിയ സമയം ഈ മക്തലമറിയം തന്നെ യേശുവിനെ കാണാൻ പോയതുകൊണ്ട് ആ യേശുവിനെ കാണുകയും യേശുവിനെ കണ്ട കാര്യം ശിഷ്യന്മാരോട് പറയുകയും ചെയ്യാനുള്ള ഒരു സുവിശേഷകയുടെ വലിയ ദൗത്യം അവൾക്ക് കിട്ടി. അങ്ങനെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി അവൾ ഉയർത്തപ്പെട്ടു. അപ്പോൾ നമ്മുടെ 1-ാം ജന്മത്തിൽ എന്തെല്ലാം കെടുതികളുണ്ടെങ്കിലും മാമോദിസയ്ക്ക് ശേഷം വേറെ ഏതെങ്കിലും ഭൂതം കയറിയ ദുസ്വഭാവങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും ആരും പേടിക്കണ്ട. ഇപ്പം അതിനെല്ലാം ഇറക്കി വിടുക. ഇന്നലെ കുമ്പസാരിക്കാൻ വന്ന ബാലന്മാർ, യുവാക്കൾ പടിഞ്ഞാറോട് തിരിഞ്ഞു നിന്ന് അവരുടെ ദുസ്വഭാവത്തിന് പ്രേരിപ്പിച്ച എല്ലാ ദുരാത്മാക്കളെയും ഇതിലെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ കിഴക്കോട്ട് തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇവരുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി പുനഃപ്രതിഷ്ഠ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രതിഷ്ഠ പുതുക്കപ്പെട്ടിട്ട് അവരെ കർത്താവിൻ്റെ മന്ദിരമായി ശുദ്ധീകരിച്ച് ജന്മസാഫല്യമടയുവാൻ അവരെ വഴിനടത്തുന്ന നല്ല ഈ അനുഭവത്തിനെ നമുക്ക് നന്ദി പറയാം. ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കന്യമറിയാമിൻ്റെ സ്കാനിങ് മെഷീൻ ഓണായി. സ്കാനിങ് മെഷീനിൽ ഈ ഇടവകയുടെ ആത്മീയ നിലവാരം എഴുതി കാണിച്ചു. പ്രവാചകന്മാരുടെ ഉള്ളിൽ ആത്മീയ സത്യങ്ങൾ എഴുതി കാണിക്കുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. മെനെ തെക്കേൽ ഉപാർസീൻ എന്ന ദാനിയേലിന് ഒരു രാജപട്ടാളത്തിലെ എഴുത്തിൻ്റെ അർത്ഥം വായിച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ ആത്മാവിൻ്റെ കമ്പ്യൂട്ടറിൽ ആത്മീയ നിലവാരങ്ങളുടെ സ്കാനിങ് റിസൾട്ട് എഴുതി കാണിക്കാറുണ്ട്. പത്രോസ് ലിയായിക്ക് ആ സ്കാനിങ് മെഷീൻ ഉണ്ടായിരുന്നു. അനന്യാസ സഫീറായും കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ സ്ത്രീനെ വെളിപ്പെട്ടു. ഇവർ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ചത്തു വീണവിടെ. അപ്പോൾ വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും പ്രവാചകന്മാർക്കും സത്യങ്ങൾ ഗ്രഹിക്കാനും മനുഷ്യൻ്റെ രഹസ്യ കുറവുകൾ കണ്ടെത്താനും പറ്റിയ സ്കാനിങ് മെഷീനുണ്ട്. പരിശുദ്ധ കന്യമറിയാമിൻ്റെ സ്കാനിങ് മെഷീൻ ഓണായി. ഈ ഇടവകയിൽ മാമോദിസ ഏറ്റവരാണ് ഇരിക്കുന്നവരല്ല. അതിഥികളായി വന്ന മറ്റേ ഇടവകയിൽ നിന്ന് വന്നവരും കാണും. പക്ഷെ നിങ്ങളുടെ ആത്മീയ നിലവാരം ഇതാണെന്നുള്ള കാര്യം മാതാവ് എഴുതി കാണിച്ചത് നിങ്ങളെ അറിയിക്കുകയാണ്. മാമോദിസയിൽ ഇറക്കിവിട്ട ഭൂതങ്ങൾ തിരികെ കയറാത്തവണ്ണം ഇടയുണ്ടായ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. മാമോദിസ ഏൽക്കുന്നത്
40 ദിവസമെങ്കിൽ ഉപവസിച്ച് ഒരുങ്ങിയിട്ട് വേണം. അല്ലെങ്കിൽ മാമോദിസ കഴിഞ്ഞെങ്കിൽ 40 ദിവസത്തിൽ നോമ്പെടുക്കണം. അതിനാണ് 40 നോയമ്പ് വെച്ചിരിക്കുന്നത്. തലതൊട്ടവരും മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഉപവാസം എടുത്തില്ലെങ്കിൽ ഇറങ്ങിയ ഭൂതം തിരികെ കയറും. അങ്ങനെയാണ് അവർ അനുസരണം കെട്ടവരായെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ഇടവകയുടെ നിലവാരം ഇതാണ്. ഇറങ്ങിയ ഭൂതം മാമോദിസയ്ക്ക് ശേഷം 4 എണ്ണെങ്കിലും കയറിയിട്ടുള്ളവരുണ്ട്, 17 വരെയുള്ളവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം തിരിച്ചറിഞ്ഞു. കുറഞ്ഞത് 4 അല്ലെങ്കിൽ 17 തിരികെ കയറിയ ഭൂതങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ കഴിയുന്നത്. ആ കൂട്ടത്തിൽ ഈ പിള്ളേരുമുണ്ട്. ആ പിള്ളേരുടെ ബലഹീനതകളെല്ലാം അവർ ഏറ്റു പറഞ്ഞു. കുമ്പസാര രഹസ്യം വെളിയിൽ പറയാൻ അനുവാദമില്ല. ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അവിടെ ബലഹീനതയ്ക്ക് പുറയിൽ മാമോദിസയിൽ ഇറക്കി വിട്ട ഭൂതങ്ങൾ വേറെ പല കൂട്ടുകാരെയും കൂടെ കൂട്ടി 4 17 തിന്മയുടെ ശക്തികളുമായിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ബലഹീനത കാണിച്ച് അവർക്ക് വിഷമം കൊടുക്കാം. കുമ്പസാരിച്ചപ്പോൾ വിഷമം കിട്ടിക്കഴിഞ്ഞു. മാതാപിതാക്കളോട് ബന്ധുമിത്രാദികളോട് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ഈ വന്നിരിക്കുന്നവരുടെ ഉള്ളിൽ മാമോദിസയിൽ ഇറങ്ങിപ്പോയിട്ട് ഇടം കണ്ടിട്ട് തിരികെ കയറി 4 17 അതിനിടയിലുള്ള തിന്മയുടെ ശക്തികൾക്ക് അവരെ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവർ 2000 ജീവികളെ ചോദിച്ചിട്ടുണ്ട്. ലഘുവൻ ബാധിച്ച മനുഷ്യന്റെ ഉള്ളിൽ 6000 ഭൂതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഇടവയിലൂടെ എല്ലാം കൂടെ കൂട്ടിയാൽ 6000 കാണും. അതുകൊണ്ടായിരിക്കും 2000 ചോദിക്കുന്നത്. ഏതായാലും 2000 ജീവികളിലേക്ക് ഭൂതങ്ങളെ തിരിച്ചയക്കാനുള്ള കൽപ്പന സ്വർഗ്ഗകോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു. ആ വിധി ഇപ്പം നടപ്പിലാക്കി അവരെല്ലാം ഇറക്കി വിട്ടിട്ട് നമ്മൾ വിശുദ്ധരും ശുദ്ധിമതികളുമാകാൻ പോകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാമോദിസയ്ക്ക് ശേഷം ബാലമനസ്സിലെ ബോഷത്വം എന്ന് പറഞ്ഞൊരു ബലഹീനത സദൃശവാക്യം 22 അധ്യായം 14-15 വാക്യങ്ങളുണ്ട്. അതനുസരിച്ച് ബാലമനസ്സിലെ ബോഷത്വങ്ങൾ 14% തൊട്ട് 23% വരെ പിള്ളേർക്കുണ്ട്. പൂർവ്വശാപങ്ങൾ മാമോദിസ ഏറ്റപ്പോൾ മുഴുവൻ മാറിയിട്ടില്ല. ഒരു 17% തൊട്ട് 24% പോകാതെ കിടപ്പുണ്ട്. അത് മാമോദിസ നടത്തിയ പുരോഹിതന്റെയും തലതൊട്ടവരുടെയും മാതാതൊട്ടുള്ള ഒരുക്കക്കുറവുകൊണ്ടാണ്. അല്ലെങ്കിൽ മാമോദിസയുടെ അന്ന് തന്നെ പൂർവ്വശാപം മുഴുവൻ മാറേണ്ടതായിരുന്നു. നമ്മുടെ മാമോദിസ ഒരു ചടങ്ങായിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി കാപ്പിയും കുടിച്ചേച്ച് പിരിഞ്ഞു എന്നല്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ അവിടെ പ്രതിജ്ഞ അവരെ സഹായിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് പൂർവ്വശാപം 17-24 ബാക്കി കിടക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധ ബാവാതിരുമേനി കൽപ്പന പുറപ്പെടുവിച്ച് എല്ലാ പള്ളികളിലും എല്ലാ വർഷവും ഇതുപോലെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്തണമെന്നുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, വേദനയോടെ ധിക്കാരത്തോടെ പ്രതികരണങ്ങൾ വരുന്നത് ഗർഭം മുതൽ ഉണങ്ങാത്ത മുറിവുകളുള്ളതുകൊണ്ടാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. 4 മുതൽ 19 വരെയുള്ള മുറിവുകളുമായിട്ടാണ് ഈ ഇരിക്കുന്നവരുടെ ഹൃദയം ഇരിക്കുന്നത്. സ്നേഹിച്ചു കൊട്ടിയാലും മടങ്ങി കൊട്ടിയാലും പൊട്ടിത്തെറിക്കും. അതൊരു രോഗമാണ്. ആ മുറിവും ചതവും ഇത് കഴുകിക്കെട്ടി ആ മുറിവുകൾ കൊച്ചു മുറിവിനകത്ത് യേശുവിൻ്റെ മുളയും വലിയ മുറിവുകൾ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ കർത്താവിൻ്റെ ഫലം കായ്ക്കുന്ന കമ്പുകളും കൊമ്പുകളും ഗ്രാഫ്റ്റ് ചെയ്താൽ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും നടത്തി നിങ്ങളെ ഫലം കായ്ക്കുന്ന ബഡ് വൃക്ഷങ്ങളാക്കുന്ന വേലയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഓർക്കുന്നു. നെഞ്ചുവേദനയും ഉദരരോഗവും നടുവേദനയും തലവേദനയൊക്കെ ആയിട്ട് പലരും വന്നിട്ടുണ്ട്. 14 പേർക്ക് 69 മുറിവുകളും 16 പേർക്ക് 14% തൊട്ട് 47% ചതവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ സെന്റ് മേരീസ് ആശുപത്രിയിൽ നിങ്ങളെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ മാതാവ് വിശുദ്ധന്മാരും മലാഹമാരും ഇറങ്ങി വന്ന് ഓപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ്. മുറിവുകളെല്ലാം ഞെക്കിക്കഴുവും. വേദന വരാതിരിക്കാൻ വേണ്ടി ഒന്ന് മയക്കാൻ പോവുകയാണ്. അങ്ങനെ ഞെക്കിക്കഴിയതിന് ശേഷം രക്തോട്ടമില്ലാതെ ചതഞ്ഞു കിടക്കുന്നവരൊന്ന് കീറി അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ചാടിച്ച് അതിനൊരു വലിയ മുറിവാക്കിയതിന് ശേഷം വലിയ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ തുടങ്ങാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ക്ഷീണം മാറാൻ വേണ്ടി ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാവരും കർത്താവിന് തിരിച്ച് രക്തങ്ങൾ തന്ന് അങ്ങനെ പുഷ്ടിയുള്ളവരായ ജന്മസാഫല്യം അടയുവാൻ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഓപ്പറേഷൻ തിയേറ്റർ റെഡിയായിരിക്കുന്നു. നേഴ്സുമാരും ഡോക്ടർമാരും റെഡി. നിങ്ങളെ മയക്കി ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ വെച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. നമുക്ക് എഴുന്നേൽക്കാം. ആരാധനയുടെ ക്രമം ഇപ്പോൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആരംഭിക്കുകയാണെന്ന് കാര്യം ഓർമ്മിക്കുന്നു.